അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ സെക്കൻഡ് പാർട്ടിലെ ആകാശഖണ്ഡങ്ങളും അറിവിൻ്റെ വിശകലനവും എന്ന ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് 6ാമത്തെ ചാപ്റ്ററായ ആകാശഖണ്ഡങ്ങളും അറിവിൻ്റെ വിശകലനം. ഇത് ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് എന്താ വെച്ചാൽ വാട്ട് ഈസ് റിമോട്ട് സെൻസിങ് എന്നാണ്. അതായത് എന്താണ് നമ്മുടെ വിദൂര സംവേദനം എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. എന്നാൽ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു പ്രദേശത്തെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അല്ലെങ്കിൽ പ്രതിഭാസത്തെയോ ടച്ചിങ് കൂടാതെ സ്പർശബന്ധം കൂടാതെ എന്താണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്താണ് യഥാർത്ഥത്തിൽ വിദൂര സംവേദനം അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് നമ്മൾ നടത്തുന്നത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വിമാനകാലങ്ങളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സാറ്റലൈറ്റിലേക്ക് നമ്മൾ എന്താണ് ഈ ഒരു വിദൂര സംവേദനം നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ ഒരു വിദൂര സംവേദനം നടത്തുന്നതായ വസ്തുവിനെ അത് എന്താണോ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് വിദൂര സംവേദനം നടത്താനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്താവുന്നത് വിദൂര സംവേദകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ നമ്മുടെ സെൻസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ, അതുപോലെ റഡാറുകൾ, സ്കാനറുകൾ എന്നതൊക്കെ ഈ ഇതിനൊരു ഉദാഹരണമാണ്. ഇനി നമ്മൾ പറയാനുള്ളത് എന്താണ് നമ്മുടെ ഊർജ്ജ ഉറവിടത്തിൻ്റെ അടിസ്ഥാന വർഗീകരണമാണ്. നമ്മൾ ഊർജ്ജ ഉറവിടത്തെ നമ്മളെന്താണ് രണ്ടാക്കി വേർതിരിക്കുകയാണ്. ഒന്ന് പരോക്ഷ വിദൂര സംവേദനവും മറ്റൊന്ന് നമ്മുടെ പ്രത്യക്ഷ വിദൂര സംവേദനമാണ്. അതായത് ഒന്ന് പറഞ്ഞാൽ പാസീവ് റിമോട്ട് സെൻസിങ്ങും അതുപോലെ തന്നെ മറ്റൊന്നാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും അഥവാ പരോക്ഷ വിദൂര സംവേദനവും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യക്ഷ വിദൂര സംവേദനവും. എന്താണ് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താവുന്നു ഈ ഒരു സൂര്യപ്രകാശം കൊണ്ട് എന്താവുന്നു നമ്മൾ എടുക്കുന്ന ഈ ഒരു ഫോട്ടോസിനെ അല്ലെങ്കിൽ സൂര്യോർജ്ജത്തിൻ്റെ ആ ഒരു ഊർജ്ജം കൊണ്ട് നമ്മൾ ഒരു വിദൂര സംവേദനം ഒരു റിമോട്ട് സെൻസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താവുന്നത് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് അഥവാ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ ടാക്സിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ ഡയറക്റ്റ് രാസും വരുന്നുണ്ട്. അതിന് മലയാളത്തിൽ ഇതേ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യക്ഷ പരോക്ഷ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാസീവ് ആക്റ്റീവ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ പറയണതാണ് നമ്മുടെ പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ സ്വയം ഒരു ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല. ഇത് എന്താണ് നമ്മുടെ സോളാർ പോലെ എന്താണ് ഈ ഒരു സൂര്യൻ്റെ ഒരു എനർജി കൊണ്ടാണ് എന്താവുന്നത് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് റിമോട്ട് സെൻസിങ് നടത്തുന്നത്. പിന്നെ മറ്റൊരു എന്താ വെച്ചാൽ ഈ ഒരു സംവേദനം തന്നെ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ് പരോക്ഷ പ്രത്യക്ഷ വിദൂര സംവേദനം. പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്തു തന്നെ അതായത് ആ ഒരു സംവേദകം തന്നെ എന്താണ് സ്വയം ഊർജ്ജം പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു റിമോട്ട് സെൻസിങ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് എന്താവുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത് പാസീവ് അല്ല ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. മാറിപ്പോയത് പാസീവ് ആക്റ്റീവ് മാറിപ്പോയത് പ്രത്യക്ഷ അല്ല വസ്തു പരോക്ഷമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇനിയാണ് നമ്മുടെ പ്രത്യക്ഷ വിദൂര സംവേദനം വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് വരാൻ പോകുന്ന മറ്റൊന്നാണ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. പ്ലാറ്റ്ഫോം എത്ര തരം പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഞാൻ ഇവിടുന്ന് ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കാര്യങ്ങൾ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാണ് ഇപ്പോൾ ഒരു സ്ഥലമാണ് എന്താ പറയുന്നത് ഇപ്പോൾ ഞാൻ എടുക്കുന്നതിനാണ് ഭൂമിയാണ് ആ ഒരു ഭൂമിയിലാണ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫാൻ ബന്ധം ഈ ഒരു ക്യാമറ വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാനാണ് എന്ത് വേണ്ടത് അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ഭൂമിയിൽ നിന്ന് എന്താണ് ഭൂമിയിൽ നിന്ന് എന്താണ് ഭൂമിയിൽ നിന്നാണ് നമ്മൾ എന്താ പിന്നെ ഇപ്പോൾ ഈ ഒരു ചുമര് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറക്റ്റിന് കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്താവുന്നത് നമ്മൾ ഭൂതല ഛായാഗ്രഹണം. ഇത് 3 രൂപത്തിലാണ് ഉള്ളത്. ഏത് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം എന്ന് പറയുന്നത് 3 രൂപത്തിലാണ്. ഒന്ന് ഭൂതല ഛായാഗ്രഹണം, മറ്റൊന്നാണ് ആകാശീയ വിദൂര സംവേദനം, മറ്റൊന്നാണ് നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനം വേണ്ടത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ്. ഇതിൽ ഭൂതല ഛായാഗ്രഹണം അതുപോലെ 3 രൂപത്തിലാണ്. ഒന്ന് പറയുന്നത് ഭൂതല ഛായാഗ്രഹണം, അതുപോലെ ആകാശീയ വിദൂര സംവേദനം, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഭൂതല ഛായാഗ്രഹണം എന്താണെന്ന് വെച്ചാൽ ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരത്തിലേക്ക് ഒരു ഫോട്ടോ നമ്മൾ ഒരു റിമോട്ട് സെൻസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താവുന്നത് നമ്മുടെ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താവുന്നു ഒരു മരോ അല്ലെങ്കിൽ വീടോ അതിനൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസിങ് നടത്താന്നുണ്ടെങ്കിൽ അതിനെയാണ് തോന്നുന്നത് നമ്മൾ എന്ത് പറയുന്നത് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊന്നാണ് ആകാശീയ വിദൂര സംവേദനം. എന്താണ് ആകാശ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ആകാശ വിദൂര സംവേദനം വാക്കുന്ന മനസ്സിലാവും. ആകാശത്ത് എന്തോ നടക്കുന്നുണ്ടല്ലേ. അതായത് ഈ ഒരു ആകാശത്തെ പോകുന്ന നമ്മുടെ വിമാനത്തിൽ നിന്ന് എന്താണ് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന റിമോട്ട് സെൻസർ അതായത് ആ ഒരു സെൻസറിൽ നിന്ന്
നിന്ന് എന്താവുന്നത് നമ്മൾ റിമോട്ട് സെൻസിങ് നടത്തുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താവുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത് ആകാശീയ വിദൂര സംവേദനം. അതായത് ആകാശത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആകാശത്തല്ല ഈ ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇതുണ്ടാവും സംവേദനങ്ങളുണ്ടാവും. ആ ഒരു സംവേദനങ്ങൾ എന്താണ് പറയുക എന്താണ് നമ്മൾ വിദൂര സംവേദനം നടത്തുകയാണെങ്കിൽ എന്താണ് അതിനെയാണ് എന്താവുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നതോ നമ്മുടെ ആകാശീയ വിദൂര സംവേദനം നടത്തുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. അതായത് ഉപഗ്രഹ വിദൂര സംവേദനമാണ്. ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൃത്രിമമായ ഉണ്ടാക്കിയതായ ഒരു സാറ്റലൈറ്റ് ഉണ്ടാവും, ഉപഗ്രഹം ഉണ്ടാവും. ആ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന റിമോട്ട് സെൻസ്, അതായത് ആ ഒരു സെൻസർ വഴി എന്താണ് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനം അല്ലെങ്കിൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആകാശീയ വിദൂര സംവേദനത്തെ പറ്റിയാണ്. ആകാശീയ വിദൂര സംവേദനത്തെ പറ്റിയാണ് നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് എന്നുള്ളതാണ്. എന്താണ് ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇപ്പോൾ അതായത് ഇനി നമ്മുടെ ഭൂമിയാണ്, എർത്താണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ പ്രതലം ഭൂമി പറയുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വിമാനം എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ടാണ് എക്സ് എന്ന് പറയുന്ന ക്യാമറയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഭൂപ്രതലം. അപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ എക്സ് വൈ അങ്ങനെയല്ല അത് മാച്ച് ചെയ്യാന്ന് ഒരിക്കലും വിചാരിക്കരുത്, മാച്ച് ചെയ്യില്ല. ഈ എക്സ് എന്ന് പറയുന്ന ക്യാമറയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്യാമറ വരച്ചാൽ മതി, എന്നാൽ പോലും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ എന്തായി ഈ ഒരു വിമാനം ഇങ്ങനെ പോവാണ്, ഇവിടെ എന്തായി ഫോട്ടോ എടുത്തു. അതിനുശേഷം പിന്നെ എന്തായി ഇവിടെ എന്തായി ഒരു ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെത്തി. അപ്പോൾ എന്തായി വേറെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ബാക്കിയായിട്ട്, അതായത് ഇതിൻ്റെ ഒരു 60% ഉൾക്കൊള്ളിച്ചിട്ടാണ് എന്താവുന്നത് ഫോട്ടോ എടുക്കുന്നത്. അതായത് ഞാൻ ഇവിടെ എന്തായി ഒരു ഫോട്ടോ എടുത്തു, അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ കുറച്ചുകൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് എന്താ അടുത്തത് എടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഇത് ചോദിക്കുന്നില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കിയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒന്നിൻ്റെ വാക്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ വാക്യാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണത് ഒന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഫോട്ടോയുടെ 60% ഇതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഫോട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം എന്താവും ഈ ഒരു ബി എന്ന് പറഞ്ഞ ഫോട്ടോത്തിലുണ്ടാവും. അത് മറ്റിൻ്റെ തുടർച്ച ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ത്രിമാന ലക്ഷ്യങ്ങൾ അപ്പോൾ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് എന്താവുന്നത് ഈ ഒരു 60% ഇങ്ങനെ കൂട്ടിയെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. അതായത് സ്റ്റീരിയോ പെയർ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പോട് കൂടിയ ഈ 2 ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ഇതൊരു ഫോട്ടോ ആണ്, അതുപോലെ ഇതൊരു ഫോട്ടോ ആണ്, 2 കൂടി ഒരു ജോഡി പോലെ ഒരു പേര പോലെ അതിനാണ് എന്താവുന്നത് നമ്മൾ ഒരു എന്ന് പറയുന്നത് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റീരിയോ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിദൂര സംവേദനം എങ്ങനെ നമ്മൾ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെന്താണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് വിദൂര സംവേദനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം ഉണ്ടല്ലോ, ആ ഒരു ഡിവൈസിനെയാണ് എന്താവുന്നത് നമ്മൾ വേണ്ടത് സ്റ്റീരിയോ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ പെയറിനെ, ഇതാണല്ലോ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ഈ പെയറിന് എന്താവുന്നു സ്റ്റീരിയോസ്കോപ്പിലൂടെ കളത്തിവിടുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നും പറഞ്ഞുതരാം. അതായത് ഈ ഒരു സ്റ്റീരിയോ പെയർ ഉണ്ടല്ലോ, ഇതല്ല സ്റ്റീരിയോ പെയർ എന്ന് പറഞ്ഞാൽ അല്ലേ, സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ എ ബി ഇതല്ലേ ഈ 2 സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റീരിയോ പെയറിനെ നമ്മൾ ഈ സ്റ്റീരിയോസ്കോപ്പിലൂടെ കടത്തിവിടും. സ്റ്റീരിയോസ്കോപ്പ് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഇങ്ങനെ വിദൂര സംവേദനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസിനെയാണ്, ആ ഒരു ഉപകരണത്തെയാണ് നമ്മൾ എന്ത് വേണ്ടത് സ്റ്റീരിയോ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് കടത്തിവിടുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ പെയർ സ്റ്റീരിയോസ്കോപ്പ് അങ്ങനെ കുറേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഏതൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കുക, വിമാനത്തിനാണല്ലോ എടുക്കുക. അപ്പോൾ ഈ ഒരു വിമാനത്തിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഒരു കുറച്ച് പോരായ്മകളുണ്ട്. അതായത് 4 പോരായ്മകളാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത് കേട്ടോ, 4 പോരായ്മകളാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ പോകുമ്പോൾ വിമാനം ഇങ്ങനെ പോയിക്കൊണ്ട് എന്തായാലും അതിലേക്ക് നിർത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ കുലുക്കം എന്താവുന്നു ഈ ഒരു അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ ഉദ്ദേശിക്കുന്ന ഒരു ബ്ലറായിട്ടൊക്കെ ആയിരിക്കും എന്താവുക ആ ഒരു ഫോട്ടോ നമുക്ക് കാണുക. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിമാനം വലിയ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കേരളം മൊത്തം അല്ലെങ്കിൽ ഇത്ര സ്ഥലത്തിൽ ഒരു വലിയ സ്ഥലം എന്താണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതായത് ഇപ്പോൾ എന്താണ് നമ്മൾ മഞ്ചേരി മൊത്തം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഫോട്ടോ എന്താണ് ലഭ്യമല്ല എന്നാണ്. അങ്ങനെ ഫോട്ടോ എന്താവില്ല എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ അടുത്തായിട്ട് ഇതിൻ്റെ പോരായ്മയായിട്ട് വരുന്നത്, അതായത് നമ്മൾ ഈ റിമോട്ട് സെൻസിങ് നടത്തുമ്പോൾ എന്താണ് പോരായ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ വിമാനം ഇറക്കുന്നതിനായിട്ട് തുറസായ സ്ഥലമാണെന്ന് പറയുന്നത്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൺവേ പോലത്തെ തുറസായ സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറ്റുള്ളൂ ഇത് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഇപ്പോൾ എന്താ നമ്മുടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് മഞ്ചേരി ആ റൂട്ടിന്
അവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ എന്താ നടക്കുന്ന കാര്യമില്ല. മഞ്ചേരി അല്ല ഏത് റോട്ടിൽ നിന്നല്ല ഇറങ്ങാൻ പറ്റില്ല. തുറസായ സ്ഥലമാണെന്നാണ് എന്താണ് അത് പറയുന്നത്. അത് അതിൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെ ഇപ്പോൾ തന്നെ അടുത്തായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ധനം നമ്മളിങ്ങനെ ഇത് നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിമാനം എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ പോകുന്ന വിമാനത്തിലായിട്ട് അത് എടുക്കുന്നത് നമ്മൾ തന്നെ അപ്പോൾ ഫസ്റ്റ് പറന്ന് വരും ഇവിടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്നതിന് പിന്നെ പോലെ തന്നെ കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ എന്താണ് നല്ല ഇന്ധനത്തിന് ഫ്യൂവലിന് എന്താണ് എക്സ്പെൻഡിച്ചറാണ് ചിലവാണെന്നാണ് എന്താണ് പറയുന്നത്. ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ കയറുന്നതിനും പോകുന്നതിനും താഴ്ന്നതിനായിട്ടൊക്കെ എന്താണ് ചിലവ് കൂടുതലാണ് എന്നാണ് എന്താണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിനെ പറ്റിയാണ്, ഉപഗ്രഹ വിദൂര സംബന്ധത്തെ പറ്റിയാണ്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഭൂസ്ഥിര ഉപഗ്രഹവും ഭൂസ്ഥിര ഉപഗ്രഹവും അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹമാണ് അടുത്ത നമുക്ക് പറയാനുള്ളത്.